ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോഫി ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. കോഫി ഫേസ് പാക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര യൂസ്ഫുള്ളാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ കോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ള ഫുൾ വീഡിയോ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടത് കോഫിയാണ്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ബ്രൂ കോഫി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കോഫി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം മതി. ഇതിലേക്ക് വേണ്ടത് പിന്നെ കടലമാവാണ് കേട്ടോ. കടലമാവ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. 1 ടേബിൾ സ്പൂണോളം കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ മാവ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് കേട്ടോ. തേന് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ്. പിന്നെ വേണ്ടത് നമുക്ക് 1/2 ടീസ്പൂണോളം, അതായത് 4 തുള്ളി ഒരു ചെറുനാരങ്ങ നീര് മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താൽ ദോഷമല്ലേ? ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താലാണ് ദോഷം, അല്ലാതെ ഫേസ് പാക്കിലോ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇട്ടാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണം. കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ കോഫിയും അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു പൊടിയും മിക്സായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് തിളപ്പിക്കുകയൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചപ്പാൽ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുക. തിളപ്പിച്ച പാല് ഫേസ് പാക്കുകളിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. തിളപ്പിച്ച പാലിന് അത്ര റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കഴുത്തിലുള്ള കറുപ്പ് മാറാനും കക്ഷത്തിലുള്ള കറുപ്പ് മാറാനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. സൺ ടാന് മാറാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം അറിയിക്കുക കേട്ടോ. നമ്മൾ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം ആദ്യം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇത് നമ്മളെ മുഖത്തേക്ക് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് കൊടുത്താൽ മാത്രമാണ് നമ്മളെ ഫേസ് പാക്കിന് കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ മസാജിങ് ഒട്ടും തന്നെ മടി കൂടാണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇത് നോക്ക്, ഇതിപ്പോൾ കുറേ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 25 മിനിറ്റാണ് കേട്ടോ ഇത് വെച്ചത്. 25 മിനിറ്റെങ്കിൽ നിങ്ങൾ വെക്കുക. അതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു നിറവും തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാനാണെങ്കിൽ പെർമനൻറ്റ് റിസൾട്ടാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ. ഇതൊരു 24 ഹവേഴ്സിന് ശേഷം പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണ് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.